എന്റെ ഭഗവതി, ഞാൻ എന്തായി കാണുന്നത്? കൊള്ളാം. കൊച്ചമ്മ അങ്ങോട്ട് മാറി നിന്നേ, തുണിയൊക്കെ മാധവി ഇണക്കി തരാം. ജോലിക്കാരെ ആരെങ്കിലും അന്വേഷിക്കാമെന്ന് മാധവി പറഞ്ഞായിരുന്നല്ലോ, എന്നിട്ട് എന്തായി? ഒരു രക്ഷയില്ല എന്റെ കൊച്ചമ്മേ. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്നിട്ടുള്ള ഒറ്റ ചെറുപ്പക്കാരികളും ഈ 5 അയലത്ത് കയറത്തില്ല. എന്നാ പഴയ വല്ല കിഴവുകളെ നോക്കാമെന്ന് വെച്ചപ്പോ അതിലപ്പുറം. അതെന്താ? എന്റെ കൊച്ചമ്മേ, രാത്രിയിലാ മനുഷ്യൻ ജനലിനടുത്തിയെന്ന് അവരെ പേടിപ്പിക്കുമെന്ന് പറയുന്നു. അതെന്തിനാ? പ്രേതബാധയുള്ള വീടാണെന്ന് വിചാരിച്ച് കിളവികളൊക്കെ സ്ഥലം വിട്ടാ കൊച്ചു പെമ്പിള്ളാരെ കൊണ്ട് നിർത്തൂലേ? എന്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് പലതരം കിളവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വിശേഷപ്പെട്ട ചരക്ക് തന്നെ. അതൊക്കെ പോട്ടെ, അടുക്കള വല്ലതും ആയോ? എന്താകാൻ, വിശക്കുമ്പോ എല്ലാരും ഓടി വരും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യും? എല്ലാരും കുറച്ച് പഠിക്കട്ടെ. കൊച്ചമ്മയെ കൊണ്ട് കഴിയുന്നവരൊക്കെ ചെയ്താ മതി. ഹലോ. ഹലോ, ഇതെന്റെ കൂട്ടുകാരി വാസന്തി. ഇത് ഞാൻ തന്നെ പരിചയപ്പെടുത്തേക്കാം. വാസുദേവന്റെ ഭർത്താവാണ്. പേര് സേതുമാധവൻ. ഒരു ചെറിയ എഞ്ചിനീയറാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ ദുബായിലാ, അടുത്ത ആഴ്ച പോകും. അപ്പൊ നളിനിയും കൂടെ പോവുകയാണോ? ഞാൻ പോകുന്നില്ല, പുള്ളിക്കാരൻ തനിച്ചേ പോകുന്നുള്ളൂ. ഇവർക്ക് നമ്മുടെ വീട്ടിലൊരു ഡിന്നർ കൊടുക്കണ്ടേ സേതുട്ടാ? അതിനെന്താ? അപ്പൊ നാളെ ഉച്ചയോടെ നിങ്ങൾ രണ്ടുപേരെയും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. അയാളാണെങ്കിൽ അടുത്ത ആഴ്ച ദുബായിക്ക് പോവുക. അതിനു മുമ്പ് രണ്ടുപേരും കൂടെ വിളിച്ച് ഒരു ഊണ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ക്ഷണിച്ചു വരുത്തിയാൽ അവരെ വേണ്ട പോലെ സൽക്കരിക്കാൻ അമ്മ വിഷമിക്കണ്ട. വേണ്ടതെല്ലാം ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇറച്ചി മീനും പ്ലാസ്റ്റിക് കൂട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടൊന്ന് വെച്ചാ മതിയോ മോളെ? അതൊക്കെ ഒന്ന് പാചകം ചെയ്ത് കൊടുക്കണ്ടേ? ഇന്നലെ മുതലാണ് പൈപ്പിൽ വെള്ളവുമില്ല. ഞാൻ ഒറ്റയ്ക്ക്. അമ്മ വിചാരിച്ച നടക്കും. അച്ഛനുള്ള കാലത്ത് 8ഉം 10ഉം പേർക്ക് അമ്മ ദിവസവും സദ്യ ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതൊക്കെ അന്ന്. ഇന്നമ്മയ്ക്ക് വയ്യ മോനെ. എന്തൊക്കെയായാലും ഇക്കാര്യത്തിൽ അമ്മയൊന്ന് സഹായിച്ചേ പറ്റൂ. എന്റെ കൂട്ടുകാരാണെങ്കിൽ പോട്ടെ, ഇത് വാസന്തിയുടെ കൂട്ടുകാരാ. ക്ഷണിച്ചും പോയി. വാസന്തിയുടെ അന്തസ് നമ്മൾ നോക്കണ്ടേ അമ്മേ? ഉപേക്ഷിക്കാൻ വയ്യാത്തൊരു കാര്യമായി പോയില്ലേ? അമ്മ എല്ലാം ചെയ്തു തരാം മോനെ. ശരി അമ്മേ. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് നല്ലൊരു ജോലിക്കാരി പെണ്ണിനെ കൊണ്ട് തരാൻ പറ്റില്ല അല്ലേ? എന്നില്ല, ഞാൻ പലയിടത്തും ജോലിക്കാരികളെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് എന്തോന്നൊരു പക്ഷേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിനൊരു കല്യാണം കഴിച്ചൂടെ? കല്യാണോ? നടപ്പുള്ള കാര്യമാണോ? പിന്നെ പറ്റിയ ഒരുത്തെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവൾ സമ്മതിച്ചോ? പെണ്ണിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സാറിന് സമ്മതമാണോ? എന്തോ പ്രായം വരും. പ്രായമൊക്കെ കണക്കാ. എന്നാലും ഒരു ഉദ്ദേശം. പ്രായത്തിന്റെ കാര്യത്തിൽ സാറ് വിഷമിക്കണ്ട, കാണാനും കൊള്ളാം. എങ്കിൽ പിന്നെ നമുക്ക് നടത്തിക്കളയാ. ഏതാ പെണ്ണ്? പെണ്ണ് ഞാൻ തന്നെയാ. നീയോ? അതെ, സാറിനെ ഞാൻ സഹിച്ചാ മതിയല്ലോ. കൊണ്ടുവന്ന് നിർത്തുന്ന പെൺപിള്ളാർക്ക് വീട്ടുജോലിയെങ്കിലും ചെയ്ത് ജീവിക്കാമല്ലോ. നീ എന്നൊന്ന് വാരിയതാണല്ലേ. നിന്നെ ഞാൻ എടുത്തോളാം. ഇപ്പൊ തന്നെ എടുത്തോന്നാ പറഞ്ഞത്. കൂട്ടത്തിൽ പോരട്ടെ? എടി 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 ആട്ടെ കടിച്ച് മാട്ടേ കടിച്ച് എന്തപ്പനാണത്തെ പിടിച്ച് കടിക്കരുത് കേട്ടോ. രണ്ടുപേർക്കും രണ്ടിടത്തായിരുന്നു ജോലി. അതുകൊണ്ട് സൗകര്യം കിട്ടിയിട്ട് കല്യാണം മതി എന്ന് വിചാരിച്ച് കാത്തിരുന്നു. അതാ ഇത്ര വൈകിയത്. നിങ്ങളുടെ കാര്യം ഇതുപോലെ തന്നെയായിരുന്നില്ലേ? ഏയ്, ഞങ്ങൾ വേണ്ടപ്പെട്ടത് അനുവാദത്തിന് വേണ്ടി കാത്തു നിന്നതാ. അത് കിട്ടാൻ കൂടെ നാളെ പിടിച്ചു. ഇവളുടെ അച്ഛൻ. മതി മതി, ഇനി നമുക്ക് ഊണ് കഴിഞ്ഞ് സംസാരിക്കാം. നേരാ, നല്ലപോലെ വിശക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ നോക്കിട്ട് വരാം. അച്ഛനില്ലേ ഇവിടെ? അകത്തുണ്ട്. അമ്മ എവിടെ പോയി? അമ്മേ,
അമ്മേ അമ്മേ അവർക്ക് ഊണ് കൊടുക്കണ്ടേ? എല്ലാ അടുക്കളയും മൂടി വെച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ ഇവിടെ ഇങ്ങനെ കിടന്നാലോ? എനിക്ക് തല കറങ്ങിയിട്ടാ മോനെ. എണ്ണീറ്റ താഴെ വീഴും. നിങ്ങൾക്കതൊന്ന് എടുത്തു കൊടുത്തുകൂടെ? തീരെ വയ്യ അല്ലേ? നിങ്ങളൊക്കെ വെജിറ്റേറിയൻ ആണല്ലേ? ഏയ് മീൻ ഇറച്ചിയില്ലാതെ എനിക്ക് ചോറിറങ്ങുകയില്ല. ഇവിടുത്തെ വീട്ടുജോലിക്കാരിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് വെജിറ്റേറിയനാ ഇഷ്ടം. വളരെ ശരിയാ. വയറിന് സുഖം എപ്പോഴും പച്ചക്കറി ശാപ്പാട് തന്നെയാ. ഇച്ചിരി ഉണക്കമീൻ ചുട്ടുകൂടെ ഉണ്ടെങ്കിൽ പരമസുഖം. വാസിന്റെ ഊണ് മതിയാക്കിയോ? ഞങ്ങൾ ഏതായാലും വിശപ്പ് തീർന്നിട്ടേ നിർത്തുന്നുള്ളൂ. നേരാ, കറികൾ കുറഞ്ഞു പോയെന്ന് വെച്ച് ഉണ്ണാതിരിക്കാനൊക്കുവോ? പണ്ട് പട്ടിണി കിടന്ന കാലത്ത് കഞ്ഞിക്കമ്മ ഉപ്പും മുളകും ഞരടി തരുമായിരുന്നു. അതിന്റെ സ്വാദൊന്ന് വേറെ തന്നെയാ. സ്റ്റാർട്ടാകുന്നില്ലല്ലോ. സാരമില്ലെന്നേ, ഞങ്ങൾ നടന്നു പോയിക്കൊള്ളാം. ഇപ്പൊ സ്റ്റാർട്ടാവും. കുഴപ്പമില്ലെന്നേ, ഊണ് കഴിഞ്ഞ അല്പം നടക്കുന്നത് നല്ലതാ. വാ. വരട്ടെ വാസിന്റെ. നളിനി ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരണം. വരാം. സേതുമാധവാ, എനിക്കോ ഇവനോ ആർക്കാ മൂപ്പ് കൂടുതൽ? മേലാൽ ഇനി കുന്തയും മുറ്റത്ത് കണ്ടുപോരുത്. കണ്ടാ ഞാൻ കത്തിച്ചു കളയും. അത് പ്ലഗ് സ്പാർക്ക് ആകാത്ത മണ്ണാൻ കേട്ടാ നിങ്ങളുടെ ഒരു പ്ലഗ്. അതെ, വഴക്ക് വേണ്ട. വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വന്ന് ഇവനെ തള്ളിച്ചു കൊണ്ടുപോയി ഇന്ന് തന്നെ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നിട്ട് നിനക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത്യാവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാശിന് അച്ഛൻ്റെ സൈക്കിൾ വാങ്ങിച്ചു തരാം. അപ്പൊ പിന്നെ സ്റ്റാർട്ടാകുന്നില്ല എന്ന് പേടിക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. എന്താ സേതുവിന്റെ അഭിപ്രായം? ഒരഭിപ്രായം ഇല്ലേ? എന്നാ പോയിക്കോ. എടാ മോനെ, ഏത് സ്റ്റാർട്ടാകാത്തതും ഈ അച്ഛൻ തൊട്ടാ സ്റ്റാർട്ടാകും. അയ്യോ ഒരാളിറങ്ങാറുണ്ട്. അയ്യോ ആളിറങ്ങാറുണ്ട്. വഴിയിൽ ആള് മാറാൻ. അയ്യോ പോയി ഭാരത്തോട്ട് പോയി. പാലം മാറ്റിക്കോ, പാലം മാറ്റി. അയ്യോ പോയി. എന്നെ പോ. അയ്യോ എന്നെ വണ്ടി പോയി. അയ്യോ വണ്ടി പോയേ. അയ്യോ വേഗം പോയേ. എന്റെ അമ്മോ. എന്നാലും ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ, സന്തോഷം. അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, എന്റെ കൂട്ടുകാരാണെങ്കിൽ പോട്ടെ, ഇത് വാസന്തയുടെ കൂട്ടുകാരും ഭർത്താവുമാണ്. അവരെ വേണ്ടവരെ സൽക്കരിച്ചില്ലെങ്കിൽ ആർക്കാ അതിന്റെ അവമാനം? ഇറച്ചിയും മീനും ഒക്കെ ഇന്നലെ തന്നെ വാങ്ങി വെച്ചതാണ്. അതെല്ലാം ഫ്രിഡ്ജിനകത്ത് അതുപോലെ തന്നെ ഇരിക്കുന്നു. മോളെ, ഞാനതെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതിനിടയിലാണ് എനിക്ക് ശ്വാസം മുട്ടൽ വന്നത്. അമ്മയ്ക്ക് ആസ്മയുടെ അസുഖം ഉണ്ടെന്ന് മോക്കും അറിയാവുന്നതല്ലേ. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് കിടന്നു. ഇല്ലെങ്കിൽ അടുക്കളയിൽ വീണു പോവായിരുന്നു. എന്റെ കൂട്ടുകാരെയും ഭർത്താവിനെയും ക്ഷണിക്കാൻ പോകുന്നു പറഞ്ഞപ്പോഴേ എതിര് പറഞ്ഞതാ. പറഞ്ഞോ അമ്മ പറഞ്ഞോ? കൈമാറ്റടാ. ഞാൻ എതിര് പറഞ്ഞൊന്നുമല്ല. വീട്ടുജോലിക്ക് ആളില്ലാത്തപ്പോ കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തിയ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് പറഞ്ഞതാ. വീട്ടുജോലിക്കാരി ആരാ പറഞ്ഞു വിട്ടത്? വാസന്തയാണോ? അവിടെ തന്നെയാ പറഞ്ഞു വിട്ടത്. അച്ഛൻ എന്ത് കഴിച്ചു? വെറുതെ അച്ഛനെ കുറ്റപ്പെടുത്തുന്നതിന് നിങ്ങളോടൊക്കെ എന്താ പറയേണ്ടത്? വാസന്തയുടെ അച്ഛൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ വീട്ടിൽ നിൽക്കാൻ ജോലിക്കാരികളെ കിട്ടില്ല. അമ്മ വെറുതെ അനാവശ്യം പറയരുത്. വാസന്തയെ വളർത്തി പഠിപ്പിച്ച് അവളെ എനിക്ക് വിവാഹം കഴിച്ചെന്ന് വാസന്തയുടെ അച്ഛനെ കുറിച്ചാണ് അമ്മ ഇത് പറയുന്നത്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ വേണ്ടാതിനെ കാണിച്ചാ പറയാതിരിക്കാൻ ഒക്കുവോ? ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്റെ അച്ഛനും സഹോദരനും ഇവിടെ താമസിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അത് തന്നെ കാര്യം. എനിക്കും ഇഷ്ടമല്ലേ വാസന്തി? ആർക്കും എന്ന് പറഞ്ഞതേ എന്നെ ഉദ്ദേശിച്ചാ. നീ വിഷമിക്കണ്ട. വെറുതെ എന്റെ അച്ഛനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു. ഭാര്യമാർക്ക് എപ്പോഴും അവരുടെ വീട്ടുകാരെല്ലാം നല്ലവരും ഭർത്താവിന്റെ വീട്ടുകാരെല്ലാം കൊള്ളരുതാത്തവരുമാണ്. പണ്ടേ അങ്ങനെയാ. അതുകൊണ്ട് ഞാനിനിയൊന്നും പറയുന്നില്ല. എന്തിനാ ഇനിയും പറയുന്നത്? പറഞ്ഞിടത്തോളം ഭംഗിയായി, വളരെ ഭംഗിയായി. ഞാൻ എപ്പോ ഇവിടെ വന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ. ഇന്നെന്താ പ്രശ്നം? ഓ, ഒരു പ്രശ്നവും ഇല്ല. കന്യാകുമാരി പോകുന്ന കാര്യം എന്തായി?
അതിനുവേണ്ടി ചേച്ചിയെ വിളിക്കാനല്ലേ ഞാൻ വന്നത്. കന്യാകുമാരില്ലോ? ആര് പോകുന്നു? ഞാനും എന്റെ ഇളയ മകനും അവന്റെ ഭാര്യയും ഈ ഇരിക്കുന്ന ചേച്ചിയും കൂടി പോകുന്നു. അമ്മ എന്തിനാ പോകുന്നത്? എന്തിനാണെന്നോ? ഇനിയും നിന്റെ അച്ഛന്റെ ചിതാഭസ്മം കാത്തു വെച്ചോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അതിപ്പോ ചിതാഭസ്മം കന്യാകുമാരിലെ കടലിൽ തന്നെ കൊണ്ടുവന്നിടണമെന്നുണ്ടോ? ഇവിടെയും കടലില്ലേ? അത് ശരിയാ ചേച്ചി, വെറും ഭസ്മമല്ലേ, ആളല്ലല്ലോ. എന്റെ ഭർത്താവിന്റെ ചിതാഭസ്മം ഉണ്ടടി എന്ന് വെച്ചാ ഇവന്റെ തന്തയുടെ, അത് അവനും കൂടി തോന്നണ്ടേ? ആർക്ക് തോന്നിയാലും ഇല്ലെങ്കിലും കന്യാകുമാരി കൊണ്ടുപോയി സമർപ്പിക്കണം എന്നുള്ളത് എന്റെ പ്രാർത്ഥനയാ. ഓ, അതിലൊന്നും ഒരർത്ഥമില്ല. ദേ, അതാണ് അതിന്റെ ശരി. അവളോട് പടി, റിസപ്ഷനിസ്റ്റിനോട് പടി. അങ്ങോട്ട് ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങോട്ട് ഞാനും ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മ കൂടെ കന്യാകുമാരിക്ക് പോയാ ഇവിടെ പിന്നെ ആരാ? ഇവിടെ നീയും നിന്റെ ഭാര്യയും വേറെ ചിലരും ഒക്കെ ഇല്ലേ? എന്ന് പറഞ്ഞ വാസന്തിക്ക് ജോലിക്ക് പോകണ്ടേ? ലീവ് എടുക്കണേ. എനിക്ക് ലീവ് എടുക്കാനൊന്നും പറ്റില്ല. ലീവ് തരില്ല. തരില്ലെങ്കിൽ എടുക്കണ്ട. പക്ഷേ ഞാൻ എന്റെ ചേച്ചിയെ കൊണ്ടുപോകും. കൊണ്ടുപോകണമെന്ന് ചെറിയമ്മയ്ക്ക് ഇത്ര വാശി എന്താ? ഇവിടെ ആണെങ്കിൽ വീട്ടു ജോലിക്കാരി പോലും ഇല്ല. അപ്പൊ നീ എന്റെ ചേച്ചിയുടെ വീട്ടു ജോലിക്ക് നിർത്തിയിരിക്കാണ് അല്ലേടാ എരപ്പാളി? ദേ, എരപ്പാളി എന്നൊക്കെ സ്വന്തം മക്കളുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. എനിക്ക് മക്കളുണ്ടടി, പക്ഷെ ഇതുവരെ അവരെ അങ്ങനെ വിളിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എരപ്പാളിത്തരം അവർ കാണിക്കില്ല, പറയേയില്ല. വാസന്തി ഒന്നും പറയണ്ട, ചെറിയമ്മയ്ക്ക് വർത്താനം പറയാൻ അറിഞ്ഞൂടാ. എടാ മോനെ, നിന്റെ പേരെന്തോന്നാ? എന്റെ പേര് ചെറിയമ്മയ്ക്ക് അറിയില്ലേ? സേതുമാധവൻ. അല്ലടാ, നിന്റെ പേര് നിനക്കറിയില്ല. പെൺകോന്നലെന്നാ നിന്റെ പേര്. ഈ സ്ത്രീക്ക് എന്താ ഭ്രാന്താണോ? എടി പെണ്ണേ, ഞാനും ചേച്ചിയും ഒരു വയറ്റിൽ ജനിച്ചവരാണെങ്കിലും എന്റെ സ്വഭാവം ഇച്ചിരി പെശക. ചേച്ചിയോട് പറയുന്നത് പോലെ എന്നോട് പറഞ്ഞാലുണ്ടല്ലോ. ആയിരിക്കട്ടെ, അമ്മ ചെറിയമ്മയോട് ഒന്നിച്ച് പോകുവോ? ഈ കാര്യത്തിനായതുകൊണ്ട് പോകാതെ നിവൃത്തിയില്ല. പക്ഷെ യാത്ര ചെലവ് തരാൻ എന്റെ ഇപ്പൊ രൂപയൊന്നുമില്ല. അയ്യോടാ കൊച്ചുമാധവാ, എന്റെ മക്കളെ എഞ്ചിനീയർമാരൊന്നും അല്ലെങ്കിലും അവര് ജോലി ചെയ്ത കാശ് എന്റെ കയ്യിലുണ്ട്. എന്റെ ചേച്ചിയെ ഞാൻ കൊണ്ടുപോകും. അവന്റെ ഒരു എഞ്ചിനീയർ. എടാ, സ്വന്തം അമ്മയുടെ മനസ്സിന്റെ മാർദ്ദം എന്നൊന്നും അറിയാത്ത നീ എങ്ങനെയാണ് ഈ കല്ലിന്റെയും ഇരുമ്പിന്റെയും ഒക്കെ കടുപ്പം അറിയുന്നത്? ഏത് കോമ്പനാണ് എനിക്ക് ജോലി ചെയ്യുന്നത്? ആ ചേച്ചി, പോകാനൊരുങ്ങ്. ഒരു കാര്യം, ഇന്നത്തെ ചുറ്റുപാടിൽ ഇവിടുന്ന് പോവുകയാണെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. അതെ, ഞങ്ങൾ ഇവിടെ എങ്ങനെയും കഴിഞ്ഞോളാം, തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത്. അയ്യോ എന്റെ ചേച്ചി, ചേച്ചിയുടെ ഈ കൈ എന്തിനാ? വയറ്റിലിട്ടൊന്ന് നടക്കുകയും പ്രസവിച്ച് വളർത്തുകയും ചെയ്താൽ മാത്രം പോരാ. കൊരണക്കുറ്റിക്ക് അടിക്കേണ്ട സമയത്ത് ചൂടോടെ അടിച്ചിരിക്കണം. ഇല്ലടാ, വീട്ടു ജോലിക്ക് വേണ്ടി ഇനി എന്റെ ചേച്ചി ഞാൻ ഇങ്ങോട്ട് അയക്കില്ല. ചേച്ചി എന്നോടൊന്നിച്ച് ജീവിക്കും. വരൂ ചേച്ചി, എഴുന്നേക്കൂ, വരൂ. ഞാനിതൊക്കെ ഒന്ന് മാറി ഉടുത്തിട്ട് വരാൻ സുമിത്രേ. വേണ്ട, ഇതൊക്കെ മതി. മാറി ഉടുക്കാനുള്ളത് എന്റെ വീട്ടിലുണ്ട്. എന്റെ വസ്ത്രങ്ങളൊക്കെ ചേച്ചിക്കും ചേരും. വരൂ. നശിച്ച സ്ത്രീയാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പൊ ഒന്നും പറയല്ലേ വാസന്തി, എനിക്ക് ആ കൂടെ തിളച്ചു വരുന്നുണ്ട്.